വളരെ പ്രധാനപ്പെട്ട അതേസമയം തന്നെ അങ്ങേറ്റം വേദനയുണ്ടാക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് പ്രശസ്ത സംഗീത സംവിധായകൻ SP വെങ്കിടേഷിന്റെ നിര്യാണ വാർത്തയാണ്. അദ്ദേഹം അന്തരിച്ചു. ചെന്നൈയിലെ വീട്ടിലായിരുന്നു അന്ത്യം. 70 വയസ്സായിരുന്നു SP വെങ്കിടേഷിന്. മലയാളത്തിൽ ഉൾപ്പെടെ പല ഭാഷകളിലും അദ്ദേഹം നിരവധി ഹിറ്റ് ഗാനങ്ങൾക്ക് ഈണമിട്ടിട്ടുണ്ട്. ഏതാണ്ട് 150ഓളം ഗാനങ്ങൾക്ക് മലയാളത്തിൽ ഈണമിട്ടിട്ടുണ്ട്. മാത്രമല്ല പ്രമുഖ സിനിമകളിൽ പലതിലും അദ്ദേഹം പശ്ചാത്തല സംഗീതം ഒരുക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിലായിരുന്നു അദ്ദേഹത്തിന് ജനനമെങ്കിലും അദ്ദേഹം മലയാളത്തിലേക്ക് ചേക്കേറിയിട്ട് ഏതാണ്ട് 4 പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. മലയാളിയുടെ നിത്യേനോന്നോണം നമ്മളെ സന്തോഷിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പല ഹിറ്റ് ഗാനങ്ങളുടെയും ഈണമിട്ടിരിക്കുന്നത് SP വെങ്കിടേഷാണ്. അദ്ദേഹം ഇനി നമ്മളോടൊപ്പമില്ല. അദ്ദേഹം കാലയവനിക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നു. നിരവധി സിനിമകൾക്ക് പശ്ചാത്തല സംഗീതം കൂടി ഒരുക്കിയിട്ടുള്ള സംഗീതജ്ഞനാണ് ശ്രീ SP വെങ്കിടേഷ്. അദ്ദേഹത്തിൻ്റെ നിര്യാണ വാർത്ത ഇപ്പോൾ വരികയാണ്. ചെന്നൈയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. ഞങ്ങളുടെ പ്രതിനിധി മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തിയുണ്ട് വിവരങ്ങളുമായി. മനീഷ്, SP വെങ്കിടേഷിന്റെ നിര്യാണ വാർത്ത വരുന്നു. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? 70 വയസ്സായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? GK, ഇന്ന് രാവിലെയാണ് ഈ ഒരു അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല രാവിലെ നെഞ്ചുവേദന അനുഭവപ്പെട്ട് കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും ഒരു GK സൂചിപ്പിച്ചതുപോലെ 4 പതിറ്റാണ്ട് നീണ്ട ഒരു വലിയ സംഗീത സപര്യ അതിനാണ് ഇപ്പോൾ അന്ത്യമായിരിക്കുന്നത്. വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ ഹൃദയാഘാതം ഉണ്ടായിരുന്നു, നെഞ്ചുവേദന അനുഭവപ്പെടുന്നു, കൊഴിഞ്ഞു വീഴുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. 70 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. നമുക്കറിയാം 85 മുതൽ തുടങ്ങിയ ഒരു സംഗീത യാത്രയാണ് അദ്ദേഹത്തിന്റെ. നേരത്തെ തന്നെ GK സൂചിപ്പിച്ചതുപോലെ മലയാളികളുടെ നാവിൽ എപ്പോഴും ഉണ്ടാകുന്ന അല്ലെങ്കിൽ എപ്പോഴും തത്തിക്കളിക്കുന്ന നിരവധി ഗാനങ്ങൾക്ക് അദ്ദേഹം സംഗീത സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പശ്ചാത്തല സംഗീതം അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. 85-ൽ ജനകീയ കോടതി എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അദ്ദേഹത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്, മലയാളത്തിലെ തുടക്കം എന്ന് പറയുന്നത്. പിന്നീട് നിരവധി ഗാനങ്ങൾ, അത് നമുക്ക് എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിരവധി ഗാനങ്ങൾ ഇപ്പോഴും ഹിറ്റായി തന്നെ ഓടുന്ന കൗരവരലി ആണെങ്കിലും ജോഡി വാക്കർലി ആണെങ്കിലും അത്തരത്തിലുള്ള ഗാനങ്ങളെല്ലാം തന്നെ വളരെ ഹിറ്റായി തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഗാനങ്ങളാണ്. തുടർക്കഥ, അതുപോലെ കിലുക്കം, നാടോടി തുടങ്ങിയ സിനിമകൾ, കൂടിക്കാഴ്ച, കുട്ടേട്ടൻ, അപ്പു തുടങ്ങിയ നിരവധി സിനിമകൾ, നമ്പർ 20, മദ്രാസ് മെയിൽ ഉൾപ്പെടെയുള്ള സിനിമകളാണ്. എന്തായാലും ഇപ്പോൾ രാവിലെയാണ് ചെന്നൈയിലെ വസതിയിൽ വത്സവാക്കത്താണ് അദ്ദേഹത്തിന്റെ വീട്. ആ വീട്ടിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഒരു വലിയ സംഗീതജ്ഞനാണ് വിട പറഞ്ഞിരിക്കുന്നത്. കാരണം അദ്ദേഹം നൽകിയ ഗാനങ്ങൾ എന്ന് പറയുന്നത് അത്രയധികം മികച്ച ഗാനങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹം നമുക്ക് മലയാളികൾക്ക് സമ്മാനിച്ചത്. മാത്രമല്ല തമിഴിലും അതുപോലെ തന്നെ തെലുങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും ഒക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അത്ര മികച്ച സംഗീത സംവിധായകനായിരുന്നു, അല്ലെങ്കിൽ അത്ര മികച്ച സംഗീത പാട്ടുകളാണ് അദ്ദേഹം നമുക്ക് നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അല്പസമയം മുമ്പാണ് ഈ ഒരു മരണം ഇപ്പോൾ നമുക്ക് മരണം സ്ഥിരീകരിക്കാൻ സാധിച്ചത്. എന്തായാലും ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു മരണം ഉണ്ടായത്. വളരെ പെട്ടെന്നുള്ള അല്ലെങ്കിൽ ആകസ്മികമായ ഒരു മരണമായിരുന്നു. വലിയ അസുഖങ്ങളോ ശാരീരിക പ്രശ്നങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ വീട്ടിൽ വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് എന്തായാലും നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റ് കാര്യങ്ങൾ എന്തായാലും അല്പസമയത്തിനകം നമുക്ക് കൃത്യമായി തന്നെ വിവരം നൽകാനാവും. GK. മനീഷ്, തമിഴകത്ത് നിന്ന് മലയാളത്തിലേക്ക് SP വെങ്കിടേഷ് ചേക്കേറിയിട്ട് 4 പതിറ്റാണ്ട് പൂർത്തിയാകുന്നു. മാത്രമല്ല അദ്ദേഹം കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖരായ സംഗീതജ്ഞർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആൾ കൂടിയാണ്. കാരണം നമുക്കറിയാം ദേവരാജൻ മാസ്റ്റർ ആണെങ്കിലും ബാബുരാജ് ആണെങ്കിലും അർജുനൻ മാസ്റ്റർ ആണെങ്കിലും ദക്ഷിണാമൂർത്തി സ്വാമികളാണെങ്കിലും രാഘവൻ മാസ്റ്റർ ആണെങ്കിലും ഇവർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് SP വെങ്കിടേഷ്. ഇനി നേരത്തെ മനീഷ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മനസ്സിലും ചുണ്ടുകളിലും എപ്പോഴും തങ്ങി നിൽക്കുന്ന ഗാനങ്ങൾക്ക് മാത്രമല്ല, ഏറ്റവും സൂപ്പർ ഹിറ്റായിട്ടുള്ള സിനിമകൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കുകൂടി ചെയ്തിട്ടുണ്ട് SP വെങ്കിടേഷ്. ഇപ്പോൾ ഉദാഹരണത്തിന് രാജാവിൻ്റെ മകൻ പോലെയുള്ള ഹിറ്റ് സിനിമകളിൽ പശ്ചാത്തല സംഗീതം ഒരുക്കിക്കൊണ്ടാണ് SP വെങ്കിടേഷ് ശ്രദ്ധേയനാകുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജന്മനാട് തമിഴ്നാടാണെങ്കിൽ പോലും അദ്ദേഹം ഒരു മലയാളി എന്നതുപോലെ തന്നെ മലയാളിത്തം തുളുമ്പുന്ന, അതല്ലെങ്കിൽ കേരളീയത നിറഞ്ഞു നിൽക്കുന്ന ധാരാളം ഗാനങ്ങൾക്ക് ഈണം നൽകിയിട്ടുള്ള ആളാണ് SP വെങ്കിടേഷ്. അങ്ങനെ കേരളത്തിലെ സംഗീതാസ്വാദകർക്കിടയിൽ ഒരിക്കലും മാഞ്ഞു പോകാത്ത, ഒരിക്കലും മറന്നു പോകാത്ത, മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു പേരായി SP വെങ്കിടേഷിന് മാറിയിട്ടുണ്ട്. പണ്ട് ചലച്ചിത്ര ഗാനങ്ങളൊക്കെ വരുമ്പോൾ അതിലെ സംഗീതം SP വെങ്കിടേഷ് ആണ് എന്ന് ആളുകൾക്ക് പറയാൻ പറ്റുന്ന തരത്തിൽ അത്രയധികം സുപരിചിതമായ ധാരാളം ഗാനങ്ങൾ മലയാളത്തിന് സംഭാവന ചെയ്ത വ്യക്തിയാണ്. എനിക്കൊന്ന് ഒരുപക്ഷെ KS ചിത്രയാണ് ഏറ്റവും അധികം പാട്ടുകൾ SP വെങ്കിടേഷിൻ്റെതായി പാടിയിട്ടുള്ളത്. 150ഓളം ഗാനങ്ങൾക്ക് അദ്ദേഹം ഈണമിട്ടിട്ടുണ്ട്. അങ്ങനെ വളരെ സജീവമായി മലയാളത്തിൽ നിൽക്കുകയും ഒരു മലയാളി എന്നതുപോലെ
നമുക്ക് പരിചിതനായ വ്യക്തി കൂടിയാണ് SP വെങ്കടേഷ്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ആ നിലയ്ക്ക് സുപരിചിതമാണെന്ന് മാത്രമല്ല അത് മധുരതരം കൂടിയാണ്. അപ്പോൾ SP വെങ്കടേഷിൻ്റെ ഈ നിര്യാണം, അദ്ദേഹത്തിൻ്റെ വിയോഗം എന്നത് ഓരോ മലയാളിയെ സംബന്ധിച്ചും ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഒന്നാണെന്ന കാര്യത്തിൽ സംശയമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.